നിങ്ങളുടെ ജീവിതം നയിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാനും നിങ്ങൾക്ക് മതിയായ അറിവുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. അസ്വസ്ഥതകൾക്കിടയിലും ജീവിതത്തോടുള്ള നിങ്ങളുടെ സമീപനം നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആന്തരിക പ്രക്ഷുബ്ധയോടെ നിങ്ങളുടെ ലോകം ക്രമേണ തകരുകയാണ്. ഒരു വൈകാരിക തകർച്ച സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ അറിവില്ലായ്മയുടെയും പിടിവാശിയുടെയും ഫലമാണ്. നിങ്ങളുടെ വികാരങ്ങളിൽ ഒന്നോ അതിലധികമോ ഇനി മാറ്റിവെക്കാൻ കഴിയില്ല. അവ ആരോഗ്യകരമോ സാധാരണമോ രണ്ടും കൂടിയോ ആണെന്ന് കരുതുക. വിജനമായ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പമോ അരാജകത്വമോ അന്യായമോ തോന്നിയേക്കാം. മാറാൻ ഇനിയും വൈകില്ല. മുമ്പെങ്ങുമില്ലാത്ത വിധം നിങ്ങൾ സ്വയം ശാക്തീകരിക്കണം. കാരണം ഈ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളുടെ വികാരങ്ങൾക്ക് ആഴത്തിലുള്ള പ്രതിഫലനം ആവശ്യമാണ്. അവ മുൻകാല അനുഭവങ്ങളിൽ നിന്നുള്ളതും വിവിധ ശക്തിപ്പെടുത്തലുകളാൽ പോഷിപ്പിക്കുന്നതുമാണ്. പഠിക്കാനും വളരാനും ജീവിതകാലം മുഴുവൻ എടുക്കും. നിങ്ങളുടെ വിധി നിങ്ങളെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുത്. നിങ്ങൾ എത്രത്തോളം വെളിച്ചത്തെ നിഷേധിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലോകം ഇരുണ്ടതാകുന്നു. തിരിച്ചടി, കാലതാമസം, പുനരാരംഭിക്കൽ എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതം സുഗമമായി പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു അധോഗതിയിലുള്ള ജീവിതചക്രത്തിൽ ഏർപ്പെടുകയാണെന്നതിന്റെ സൂചനയാണിത്. ഭൗതിക ലോകത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സുരക്ഷിതമാക്കുന്നത് മതിയാകില്ല. കുറച്ചുകാലമായി നിങ്ങളുടെ ആത്മാവിന്റെ ആത്മീയ ബന്ധത്തെ നിങ്ങൾ അവഗണിച്ചു. ഇത് തെറ്റായ ക്രമീകരണത്തിന് കാരണമാകുന്നു. അതിനാൽ നിങ്ങളുടെ ആന്തരിക ഊർജത്തെക്കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാട് ആവശ്യമാണ്. നിങ്ങളുടെ പ്രതീക്ഷയും ഉദ്ദേശ്യവും നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കണം. നിങ്ങളുടെ ആന്തരിക ലോകത്തെ നിങ്ങൾ പ്രതിഫലിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം എങ്ങനെ അനുഭവപ്പെടുന്നു? ഈ ഊർജം സമാനതയെ ആകർഷിക്കുന്നു. ഒരു ഊർജം പോലെ നിങ്ങൾ ജീവിതാനുഭവങ്ങളുമായി അറ്റാച്ചു ചെയ്യുന്നു. അവയിൽ നിന്ന് വ്യക്തിഗത വളർച്ച നേടാനാവില്ല. പ്രതികരണത്തിൽ ജീവിക്കുമ്പോൾ ഈ ബലപ്പെടുത്തലിലൂടെ നിങ്ങളുടെ നിഷേധാത്മകത വളർത്തിയെടുക്കപ്പെടുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ നന്മയ്ക്കായി ഇടം നേടുന്നതിന്, ആത്മാവിന്റെ സൗഖ്യം സ്വമേധയാ തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾ ഈ കുടുങ്ങിപ്പോയ ഊർജം ഇല്ലാതാക്കണം. നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പകരം നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ലക്ഷ്യം വിശാലമാക്കുകയാണെങ്കിൽ ഫലപ്രദമായ മാറ്റം സംഭവിക്കാം. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ കഴിവും അൺലോക്ക് ചെയ്യാം. നിങ്ങൾ വികാരങ്ങൾ എങ്ങനെ പരിശീലിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻകാല ജീവിതാനുഭവങ്ങൾ പുനരവലോകനം ചെയ്യുന്നതിനുള്ള ആരംഭ പോയിന്റാണ് നിങ്ങളുടെ വികാരങ്ങൾ. നിങ്ങൾ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് പൂർത്തിയാകാത്ത ആ ജീവിതപാഠങ്ങളിൽ നിന്ന് പഠിക്കുകയും വളരുകയും ചെയ്യുക. നിങ്ങളുടെ ആത്മാവാണ് നിങ്ങളുടെ ജീവശക്തി. അതില്ലാതെ നിങ്ങൾക്ക് ഇന്ന് നിലനിൽക്കാൻ കഴിയില്ല. അതിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ അത് വിലയേറിയ രീതിയിൽ പരിപാലിക്കണം. നിങ്ങളുടെ ആത്മാവിന്റെ ഊർജം മനസ്സിലാക്കാനും ആരോഹണം ചെയ്യാനും കഴിയും. നിങ്ങളുടെ അറ്റാച്ച്മെന്റുകൾ ഡീകണ്ടീഷൻ ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ നിഷേധാത്മകതകൾ ഒഴിവാക്കുന്നതിലൂടെയും നിങ്ങളുടെ നിരുപാധികമായ സ്നേഹത്തെ ജ്വലിപ്പിക്കുന്നതിലൂടെയും നിങ്ങളുടെ സ്വന്തം രോഗശാന്തിക്കാരനാകുക. തെറ്റ് ആരുടേതാണെങ്കിലും നിങ്ങളുടെ ഭാരം ഗണ്യമായി കുറയുമ്പോൾ ഒന്നിനും വെളിച്ചത്തിലേക്ക് നീങ്ങാൻ കഴിയില്ല. കൂടുതൽ നാശം തടയാൻ സാഹചര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധി നിങ്ങൾ പുറത്തുവിടണം. ശരിയായ അടച്ചുപൂട്ടലും സ്വീകാര്യതയും ലഭിക്കാൻ ശരിയും തെറ്റുമില്ല, പക്ഷേ ഇരുട്ടും വെളിച്ചവും മാത്രം. ഇരുകൂട്ടരും തെറ്റ് പൊറുക്കുകയും വിട്ടുകളയുകയും വേണം. നിരുപാധികമായ സ്നേഹം സ്വീകരിക്കുക എന്നതാണ് നിങ്ങൾ രണ്ടുപേരുടെയും ആവശ്യം. ഈ സ്നേഹം ജീവിതത്തിൽ നിലനിൽക്കുന്ന ഐക്യവും സമൃദ്ധിയും പോഷിപ്പിക്കുന്നു. നിങ്ങളോട് സൗമ്യത പുലർത്തുക. സമയമാകുമ്പോൾ നിങ്ങൾക്ക് മരണത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. പശ്ചാത്തപിക്കാതെ ഒരു ജീവിതം നയിക്കുക, കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ വിലമതിപ്പിന് അർഹമാണ്. അതിനാൽ അടുത്ത ടാസ്കിനായി അസാന്നിധ്യമോ തിടുക്കമോ ചെയ്യുന്നതിനുപകരം അത് ചെയ്യാൻ സമയമെടുക്കുക. നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ അതും ഉപേക്ഷിക്കേണ്ട സമയമാണിത്. നിരുപാധികമായി നിങ്ങളെത്തന്നെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിഷേധാത്മകമായ വികാരങ്ങൾ കൂട്ടിച്ചേർക്കാതെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സമൂഹം പ്രതീക്ഷകൾ നിറഞ്ഞതാണ്. നിങ്ങൾ അവരിൽ നിന്ന് മുക്തനല്ല, കാരണം നിങ്ങൾക്ക് ആളുകളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും പ്രതീക്ഷകളുണ്ട്. താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് അപ്രതീക്ഷിത ഫലങ്ങൾ കാരണം നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഈ പ്രതികരണം നിങ്ങളുടെ അസമത്വത്തിൽ നിന്നോ
നിങ്ങളുടെ ആധിപത്യ സ്വഭാവത്തിൽ നിന്നോ? ശാരീരികമോ വൈകാരികമോ ആയ അതിജീവനത്തോടുള്ള നിങ്ങളുടെ ഭയം എന്നിവയിൽ നിന്നാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ മിഥ്യാധാരണയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത നിങ്ങളുടെ ആഗ്രഹമാണ് പാർശ്വഫലങ്ങൾ. കൂടാതെ കയ്പ്പ്, ശൂന്യത, ദുഃഖം, നീരസം, പ്രകോപനം തുടങ്ങിയ ഒന്നോ അതിലധികമോ നിഷേധാത്മക വികാരങ്ങൾ നിങ്ങളുടെ പതിവ് പാറ്റേണിൽ പ്രാധാന്യമർഹിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ എത്ര ആഴത്തിലുള്ളതാണെങ്കിലും ഈ സ്വയം നാശം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സ്വയം ഉണർത്താനാകും. സ്നേഹാധിഷ്ഠിത ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങളുടെ പ്രതീക്ഷകളെ നിർവീര്യമാക്കുന്നത് വെളിച്ചത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മനോഹരമായിരിക്കും. നിങ്ങളുടെ ലോകത്തിലൂടെ പ്രതികരിക്കുന്നതിൽ നിന്നുള്ള നിങ്ങളുടെ ജീവിത വീക്ഷണമാണിത്. നിങ്ങളാണ് പ്രശ്നമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങൾ നിമിത്തം നിഷേധാത്മകത നിങ്ങളെ ആകർഷിക്കുകയും അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ നിഷേധാത്മകത പ്രകടിപ്പിക്കുന്നത് നിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. നിങ്ങളുടെ മനോഭാവം, ധാരണ, പ്രതികരണം, ന്യായവിധി, വിശ്വാസം എന്നിവയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെത്തന്നെ മോശമായി നശിപ്പിക്കുന്നു. സ്വയം വരുത്തിവച്ച ഈ പേടിസ്വപ്നത്തിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾ ഉണരുമെന്ന് പ്രതീക്ഷിക്കുന്നു.